വീണയെ ശരിവെക്കാത്തത് കൊണ്ടാണ് മാസപ്പടി കേസിൽ വീണ വിജയനെ ശരിവെക്കാത്തത് കൊണ്ടാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒരു കൂസലുമില്ലാതെ പി.കെ. ശ്രീമതിയെ പുറത്താക്കിയത്. ജി ശക്തിധരൻ്റെ പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. അതായത് റിയാസിൻ്റെയും വീണയുടെയും അനുഗ്രഹം ഉണ്ടെങ്കിൽ അവരെ ഭയന്ന് വിറച്ച് നിന്നാലേ സഹാക്കൾക്ക് രക്ഷയുള്ളൂ എന്ന് പിണറായി പറയാതെ പറയുകയാണ്. CPM-നകത്ത് എന്താണ് നടക്കുന്നത് എന്ന് പുറത്തു നിൽക്കുന്ന ആളുകൾ ഞെട്ടിത്തെരിച്ചുകൊണ്ട് മാത്രം കേട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം CPM-ൻ്റെ സംഘടനാ സംവിധാനം വെച്ച് പരിശോധിച്ചാൽ മേൽക്കമ്മിറ്റിയിൽ ഉള്ള ഒരു സഖാവിനെ കീഴ്ക്കമ്മിറ്റിയിലേക്ക് ഏതു സമയത്തും കടന്നിരിക്കാം, അവർക്ക് പ്രവേശനമുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇതുവരെയും അതിൻ്റെ സംവിധാനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ഇപ്പോൾ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റും. അതിന് പകരം പുതിയ ജില്ലാ സെക്രട്ടറി വരും. പക്ഷേ ജില്ലയിലെ സെക്രട്ടേറിയറ്റ് മീറ്റിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് ഈ മാറ്റിയ വ്യക്തിക്ക് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാം. അതിന് ആരുടെ അനുവാദം ആകേണ്ട ആവശ്യമില്ല. അത് അയാൾ എക്സ് ഒഫീഷ്യോ മെമ്പർ എന്ന നിലക്ക് പങ്കെടുക്കാനുള്ള അധികാരം അവർക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അത് ലംഘിക്കപ്പെട്ടതുകൊണ്ടാണ് ഇപ്പോൾ ഈ ശ്രീമതി ടീച്ചറെ പുറത്തു നിർത്തിയത് ശരിയല്ല എന്ന വലിയ വാദം ശക്തമായിട്ട് ഉയർന്നു വന്നിരിക്കുന്നു. കാരണം സംഘടനാ സംവിധാനങ്ങൾ വെച്ചോ അതിൻ്റെ പെരുമാറ്റച്ചട്ടം അനുസരിച്ചോ അതിൻ്റെ രീതികളനുസരിച്ചോ കേന്ദ്ര കമ്മിറ്റിയിൽ അംഗമായിരിക്കുന്ന ഒരു വ്യക്തിയെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്ന് പറയാൻ ആർക്കും അധികാരമില്ല. ആ അധികാരം പിണറായി വിജയനോട് പ്രയോഗിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അദ്ദേഹം ഇത് പറഞ്ഞു എനിക്കറിയില്ല. ശ്രീമതി നീ വരണ്ട അടുത്ത ദിവസം മുതൽ എന്ന് ശ്രീമതിയെ അദ്ദേഹം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ കരുതുന്നില്ല. പക്ഷേ അങ്ങനെയാണ് വാർത്തകൾ വരുന്നത്. അങ്ങനെ വാർത്തകൾ വരാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരുടെ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് സംസ്ഥാന സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളോ അല്ലെങ്കിൽ പിണറായി വിജയനോ തന്നെ പറഞ്ഞിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് ഈ ചർച്ചകളൊക്കെ ഉണ്ടാകും. ഈ ചർച്ചകൾ ചൂടുപിടിച്ച സമയത്ത് ശ്രീമതി ടീച്ചർ മാധ്യമങ്ങളോട് പറഞ്ഞ എന്താ, അങ്ങനെ ഒരു വാർത്തയില്ല, അതൊരു അസംബന്ധമാണ്. എന്നെക്കുറിച്ച് ഞാനറിയാത്തതും എനിക്കറിയാത്തതുമായ കാര്യങ്ങൾ നിങ്ങൾ എന്തിനാണ് മാധ്യമപ്രവർത്തകർ നിലക്ക് പുറത്തു കൊടുക്കുന്നത്? അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാനത് അസംബന്ധമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ തിരുത്തണ്ടേ. മാധ്യമപ്രവർത്തകർ പക്ഷേ ഇതുവരെയായിട്ട് തിരുത്തിയിട്ടില്ല. കാരണം അവർക്ക് കിട്ടിയ വിവരങ്ങൾ ഏതാണ്ട് ശരിയാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സംഭവം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ നമ്മൾ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. കേരളത്തിലെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രസ്താവന മാത്രം ശ്രദ്ധിച്ചാൽ മതി. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ശ്രീമതി ടീച്ചറെ കേന്ദ്ര കമ്മിറ്റിയിൽ നിലനിർത്തിയത് പ്രത്യേകമായ ചില സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ പ്രത്യേകമായ സാഹചര്യം എന്ന് പറയുന്ന അവർ മഹിളാ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വേണം എന്ന് തീരുമാനിച്ചിട്ട് കേന്ദ്ര കമ്മിറ്റിയിൽ അവരെ കുടിയിരുത്തിയാണ്. അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിലെല്ലാം പോയി മഹിളാ അസോസിയേഷൻ്റെ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുക എന്നാണ്. അവർ കേരളത്തിലെ സംസ്ഥാന സെക്രട്ടറിയിൽ നിന്ന് പായാക്കും കൂടിയതിൻ്റെ പേരിൽ മാറ്റിയതാണെന്നേ, കേരളത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് മാറ്റിയതാണെന്നേ. അതുകൊണ്ട് ഇനി സംസ്ഥാന കമ്മിറ്റിയിലോ അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റിലോ അവർ വരുന്നത് എന്തിനെ, അവരിവിടുന്ന് മാറ്റിയതല്ലേ എന്ന ചോദ്യം ചോദിച്ച് അദ്ദേഹം നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഇവരെ കഴിഞ്ഞ ദിവസം പുറത്തിരുത്തിയതാണ് എന്നുള്ളത്. പക്ഷേ CPM-ൻ്റെ സംഘടനാ സംവിധാനത്തിനകത്ത് ഒരിക്കലും മേൽക്കമ്മിറ്റിയിലുള്ളൊരു സഖാവിനെ കീഴ്ക്കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കാനായിട്ട് ആർക്കും അവകാശമില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബി ഇതിനോട് പ്രതികരിച്ച സമയത്ത് ടീച്ചറെ ആരും പുറത്താക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, ടീച്ചർക്ക് എന്നും കേരളത്തിലെ സെക്രട്ടേറിയറ്റ് മീറ്റിങ്ങിൽ പങ്കെടുക്കാം എന്ന് പറഞ്ഞു. അതിനാർക്കും എതിർക്കാൻ പറ്റില്ല. സംസ്ഥാനത്തെ ഒരു നേതാവ് എന്ന നിലക്ക് മാത്രമല്ല അദ്ദേഹം അതിൽ പ്രതികരിച്ചു. CPM എന്ന് പറയുന്നതായിട്ടുള്ള പാർട്ടിയുടെ ക്യാപ്റ്റൻ എന്ന നിലക്കാനാണ് അദ്ദേഹം പ്രതികരിച്ചത്. അത് അദ്ദേഹത്തിൻ്റെ പ്രത്യേക അവകാശം കൊണ്ട് പ്രതികരിച്ചതല്ല. അതാണ് CPM-ൻ്റെ സംഘടനാ സംവിധാനം. ആ സംഘടനാ സംവിധാനമാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ ആ സംഘടനാ സംവിധാനത്തിനകത്ത് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളും കൂടി
ഉണ്ടാക്കിയ ഊടായ്പാണ് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് പ്രശ്നം. അപ്പോൾ ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രസ്താവനയാണ് യഥാർത്ഥത്തിൽ ശ്രീമതി ടീച്ചറെ ഈ സെക്രട്ടേറിയറ്റ് മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കി എന്ന് പൊതുസമൂഹത്തിന് വിശ്വസിക്കാനായിട്ടുള്ള അടിത്തറ. അങ്ങനെ ഗോവിന്ദൻ മാസ്റ്റർ സംസാരിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ശ്രീമതി ടീച്ചർ പറയുന്നത് ശരിയാണെന്ന് വിശ്വസിക്കാമായിരുന്നു. പക്ഷേ സാധ്യമല്ല. മാത്രമല്ല, ഈ വിഷയങ്ങളെല്ലാം കൂട്ടിക്കലർന്ന് വരുന്ന സമയത്ത് എല്ലാവരും പറയുന്നൊരു കാര്യം എന്താണ്, വീണയും അതേപോലെ തന്നെ റിയാസും അവരെ നമിക്കുക, അവരെ തൊഴുക, കാല് വന്ദിക്കുക, എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിലൊക്കെ അവരെ നിങ്ങൾ പ്രീണിപ്പിച്ചാൽ നിങ്ങൾക്ക് ഈ പാർട്ടിയിൽ നിൽക്കാം എന്ന് പറയുന്ന ഒരു മെസ്സേജ് ഇവരെല്ലാവരും കൂടി ഇപ്പോൾ ലോകത്ത് എന്ത് ചെയ്യണം പരത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അത് ശരിയാണോ ഇല്ലെന്നൊന്നും എനിക്ക് അങ്ങനത്തെ വിശ്വാസമൊന്നുമില്ല. കാരണം ഇവർ രണ്ടുപേരെയും പ്രീണിപ്പിച്ച് ആണ് ഈ പാർട്ടി വളരുന്നെങ്കിൽ ഈ പാർട്ടിയുടെ സ്ഥിതി വളരെ 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 ദുരന്തപൂരിതമായിരിക്കും. ഒരു തർക്കമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ എല്ലാവരും അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ജി ശക്തിധരൻ പറയുന്നത് PK ശ്രീമതി പുറത്ത്, പിണറായിയുടെ വിലക്ക് ഇന്നത്തെ മാധ്യമ വാർത്ത CPM-നെ വലിയ പൊട്ടിത്തെറിയിലേക്ക് നയിക്കുകയാണ്. ഈ ഏകാധിപത്യ വാഴ്ച അംഗീകരിക്കാൻ കഴിയില്ല. മുതിർന്ന നേതാക്കൾ പോലും ശ്രീമതിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നു. ആൺ അധികാരം തീർത്താടുമ്പോൾ എന്തിനു ഭയന്ന് പിന്മാറണമെന്നാണ് അഭിമാനികളായ സ്ത്രീകൾ ചോദിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്ന ശ്രീമതിയെ മുഖ്യമന്ത്രി ഇറക്കിവിട്ടപ്പോൾ അതിനെ തടയാൻ ഒരു നാവും പൊന്തിയില്ല എന്നതാണ് മഹാകഷ്ടം. മുഖ്യമന്ത്രി അറിയിച്ചപ്പോൾ തന്നെ അത് മാധ്യമങ്ങൾക്ക് ചോർത്തിക്കൊടുത്തത് അടുത്തിടെ പാർട്ടിയുടെ PR-ആയി വാഴ്ത്തപ്പെട്ട, പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട നേതാവിന്റെ മകനാണെന്ന് വ്യക്തമായി കഴിഞ്ഞു. ഇയാളെ തൊണ്ടിയോടെ പിടിക്കപ്പെട്ടു. മാസപ്പടി കേസിൽ വീണ തൈക്കണ്ടിയെ പ്രതിയാക്കിയിട്ട് ഒട്ടേറെ നേതാക്കൾ പ്രതിഷേധിച്ചിട്ടും ശ്രീമതി ടീച്ചറിന്റെ അർദ്ധഗർഭമായ മൗനമാണ് മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. സമനില തെറ്റിയ അവസ്ഥയിലാണ് മുഖ്യമന്ത്രി. യോഗത്തിൽ ശ്രീമതിയെ കണ്ടപ്പോൾ കരണക്കുറ്റി പുകച്ചില്ലെന്നേ ഉള്ളൂ. ആത്മാഭിമാനമുള്ള ഒരാൾക്കും ഈ അപമാനം താങ്ങാനാവില്ല. കേരളത്തിലെ ദശലക്ഷക്കണക്കിന് സ്ത്രീകളുടെ ഏറ്റവും തലമുതിർന്ന നേതാവാണ് ശ്രീമതി. ഏറെ കൗതുകകരം, ശ്രീമതിയെ എഴുത്തിക്കാണിച്ച മുഖ്യമന്ത്രി ഈ യോഗത്തിലിരുന്നതും ഇതേ ഇളവിന്റെ ആനുകൂല്യത്തിലാണ്. മാത്രമല്ല, ജനറൽ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും അറിഞ്ഞാണ് ശ്രീമതി ഈ യോഗത്തിനെത്തിയത്. ഉന്നത കമ്മിറ്റികളിൽ ഉള്ളവർ കീഴ് കമ്മിറ്റികളിൽ പങ്കെടുക്കുന്നത് പുതിയ കാര്യമേ അല്ല. PP ദിവ്യയെ ജയിലിൽ പോയി ഇറക്കിക്കൊണ്ടുവരാൻ വൈമുഖ്യം കാണിക്കാത്ത PK ശ്രീമതി വീണയെ ന്യായീകരിക്കുന്ന പ്രസ്താവന ഇറക്കിയിരുന്നുവെങ്കിൽ അത് പിണറായി വിജയന് കേരളത്തിന് പുറത്ത് ഗുണം ചെയ്യുമായിരുന്നു. അതിലെ രോക്ഷമാണ് ശ്രീമതിയെ അവഹേളിക്കാൻ കാരണമായത്. ഏറെ കൗതുകകരം, യോഗം ചേർന്ന് 2 ദിവസത്തേക്കാണ്. പക്ഷേ ഒറ്റ മണിക്കൂർ പോലും യോഗത്തിന് ദൈർഘ്യമുണ്ടായില്ല. ഏക ഛത്രാധിപതിയായ മുഖ്യമന്ത്രിയുടെ അരുളപ്പാട് കഴിഞ്ഞപ്പോൾ തന്നെ അജണ്ട തീർന്നു. 3 മണിയോടെ പിരിഞ്ഞു. നേർച്ച കഴിഞ്ഞു. ഇനി പാർട്ടി ഇങ്ങനെ പോകും. പാർട്ടിക്കകത്ത് മുൻകാലങ്ങളിൽ ശക്തമായിട്ടുള്ള ഉൾപാർട്ടി ചർച്ചകളുണ്ടാകും. ആ ഉൾപാർട്ടി ചർച്ചകൾ എന്ന് പറയുന്നത് പാർട്ടിയിൽ ഉയർന്നു വരുന്ന വിഷയങ്ങളിൽ ഇടതുപക്ഷത്തിൻ്റെ വിമർശനങ്ങളാണ് ഉൾപാർട്ടി ചർച്ചകൾ അങ്ങനെ പ്രകടമായത്. ഇപ്പോൾ ഇവിടെ ഉയർന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ. അവർ പണം കൈപ്പറ്റിയത് തൊഴിലൊന്നും ചെയ്യാതെയാണ്, നോക്കുകൂലി പോലെയാണ്, അഴിമതി പണമാണത് എന്ന് പറയുന്ന വാർത്ത സമൂഹത്തിൽ ഇങ്ങനെ പരന്ന് നിറഞ്ഞുകൊണ്ടിരിക്കാൻ എന്തുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി, ഒരു വ്യക്തത ഉണ്ടാക്കാനായിട്ട് മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല, മുഖ്യമന്ത്രിയുടെ മകൾക്ക് കഴിയുന്നില്ല, മകളുടെ ഭർത്താവായിട്ടുള്ള റിയാസ് എന്ന് പറയുന്ന മന്ത്രിക്കും കഴിയുന്നില്ല? ഇത് കേരളം ചോദിക്കുന്ന ചോദ്യമാണ്. ഈ ചോദ്യം വളരെ രൂക്ഷമായിട്ടും ശക്തമായിട്ടും പാർട്ടിയുടെ കമ്മിറ്റികളിൽ ഉയർന്നു വരേണ്ടതായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു ശബ്ദവും ഉയരുന്നില്ല. അതുകൊണ്ടാണ് ഈ സംസ്ഥാന കമ്മിറ്റി എന്ന് പറയുന്നതോ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നതോ ഒക്കെ വെറും ചടങ്ങ് മാത്രമായിട്ട് മാറിത്തീരുന്നത് എന്നാണ് പല സഹാക്കളും പറയുന്നത്. കാരണം അവിടെ ചർച്ചകളൊന്നുമില്ല. 2 ദിവസം എന്ന് പറഞ്ഞാൽ 2 ദിവസത്തേക്കുള്ള ദൈർഘ്യം അത്തരം സമ്മേളനങ്ങൾക്ക് ഇല്ലാതെ പോകുന്നത്, അല്ലെങ്കിൽ മീറ്റിങ്ങുകൾക്ക് ഇല്ലാതെ പോകുന്നതിൻ്റെ കാരണം അവിടെ എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിൽ ഒരു ചർച്ചയും നടക്കുന്നില്ല എന്നുള്ളത്. ചർച്ച നടന്നാൽ ചിലപ്പോൾ അനുകൂലമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാകും, എതിരായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാകും. അഭിപ്രായങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടി വൈരുദ്ധ്യാത്മകമായിട്ടുള്ള ഒരു സത്യത്തിലേക്കും യാഥാർത്ഥ്യത്തിലേക്കും വേണമെങ്കിൽ സഹാക്കൾക്ക് എത്തിച്ചേരാം. ആ സാധ്യത പോലും ഇല്ലാത്ത ഇരിക്കുമ്പോൾ എത്രയോ പെട്ടെന്നാണ് മീറ്റിങ്ങുകളെല്ലാം ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നത്. അത് ആണ് പലരും സംസാരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പാർട്ടിയുടെ പഴയ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പാർട്ടി പോയില്ലെങ്കിൽ പാർട്ടി എത്ര
പെട്ടെന്നാണ് ഇല്ലാതെ ആയിത്തീരുക എന്നുള്ളതിനെക്കുറിച്ചായിരിക്കും പിന്നീട് ചർച്ച നടക്കേണ്ടി വരും. ഇപ്പോൾ ത്രിപുരയിലും ബംഗാളിലും എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇതിന് സമാനമായിട്ടുള്ള രീതിയിലാണ് ഉൾപാർട്ടി ചർച്ചകൾ എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു ജീവനെന്ന് പറയുന്നത്. ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന സാധനമാണ്. ആ സാധനം ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പിണറായി എന്ത് പറയുന്നു അത് കേൾക്കുകയും തലയാട്ടുകയും ചെയ്യുന്നതായിട്ടുള്ള തലയാട്ടി സംഘങ്ങളായിട്ട് ഈ കമ്മിറ്റികളൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുക.